എന്താ അല്ലേ? ഗണപതി മിത്തല്ലേ? റിയാലിറ്റി ആണോ? ഗണപതി റിയാലിറ്റി ആണോ? അള്ളാഹു റിയാലിറ്റി ആണോ? തൊലി ഉരിച്ച് ഞാൻ വിടും, തൊലി ഉരിച്ച് വിടും. ഇതുമാതിരിയുള്ള കുറച്ച് പാടാണ്. ഇറങ്ങി ഓടും സ്റ്റുഡിയോയിൽ. എന്താ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. ആകാശം അള്ളാഹു മിത്താണ്, ജീസസ് ക്രൈസ്റ്റ് മിത്താണ്, തീർന്നല്ലോ, സമാധാനമായല്ലോ. സാറല്ല കളസങ്കീറിന്ന് മനസ്സിലായി. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ തുടങ്ങാല്ലേ? ചെന്നുകൊണ്ട് നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇവിടെയാണോ ഇരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിനാണോ ഈ സനാതന ധർമ്മത്തെ കുറിച്ച് പറയാനുള്ള അവകാശം ഇരിക്കുന്നത്? ഗണപതി മിത്താണെന്ന് പറഞ്ഞ സ്പീക്കറുണ്ട്. അവരാണോ സനാതന ധർമ്മത്തിന് വിലയിടാൻ നിൽക്കുന്നത്? ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ബോംബെയിൽ നിന്നും പവനായി വരുത്തുക. പവനായി എന്താ അല്ലേ? ഗണപതി മിത്തല്ലേ? റിയാലിറ്റി ആണോ? ഗണപതി റിയാലിറ്റി ആണോ? അള്ളാഹു റിയാലിറ്റി ആണോ? ഗണപതി മിത്താണ്, സമ്മതിച്ചു. അള്ളാഹു മിത്താണോ? അള്ളാഹു മിത്താണോ? അതല്ല ഉദ്ദേശം. ഞാൻ ചോദിച്ചത് യുക്തിവാദിയല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. അപ്പൊ ഗണപതി മിത്തായത് നിങ്ങൾ യുക്തിവാദി അല്ലാത്തതുകൊണ്ടാണോ? നിങ്ങൾ പറയൂ, ഗണപതി മിത്താണെന്ന് നിങ്ങൾക്ക് പറയാൻ ഒരു സംശയമില്ല, ഒരു ശങ്കയുമില്ല. ആരാണ് ഫണ്ട് ചെയ്യുന്നത്? അതല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, ഗണപതി മിത്താണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഗണപതി മിത്താണെന്ന് ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾ പറയൂ, അള്ളാഹു മിത്താണോ അല്ലേ? അള്ളാഹു മിത്താണോ അല്ലേ? വിഷയം മാറ്റല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ട്? വിഷയം മാറ്റല്ലേ? നിങ്ങൾ കാര്യത്തിന് ഉത്തരം സംസാരിക്കുമ്പോ പിന്നെ ഞാൻ എന്ത് പറയുന്നത്? എല്ലാ ചർച്ചയിലും ഇസ്ലാമിനെതിരെ പറയാമോ, ഇസ്ലാമിനെതിരെ പറയാമോന്ന് ചോദിക്കുന്ന ആളോട് ഞാൻ എന്താ പറയേണ്ടുന്നത്? അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നു. താങ്കളെ ആരെങ്കിലും കുട്ടിക്കാലത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം. ഈ മൂന്ന് മദ്രസാപീഠനം ഇവിടെ നടക്കുന്നുണ്ട്. മദ്രസാപീഠനം ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. യൂട്യൂബ് ചാനലിലൂടെ താങ്കളുടെ വിചാരം സാറല്ല കളസങ്കീറിന്ന് മനസ്സിലായി. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഒറ്റയ്ക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. വിടും, തൊലി ഉരിച്ച് വിടും. ഇതുമാതിരിയുള്ള കുറച്ച് പാടാണ്. ഓക്കെ, ഇറങ്ങി ഓടും സ്റ്റുഡിയോയിൽ. അത് നമുക്ക് കാണാം. അള്ളാഹുവിന്റെ കാര്യം ചോദിക്കുമ്പോ ബബ്ബ അടിക്കുന്നത് നാട്ടുകാർ കണ്ടു. അപ്പൊ ഇനി നാട്ടുകാർ തീരുമാനിച്ചുള്ള ആരുടെ തൊലിയാ ഉരിഞ്ഞത് എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആ തർക്കത്തിലേക്ക് പോകാനില്ല. എന്താ ഞാൻ പറഞ്ഞു, പവനായി ശവമായി.